കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഭാര്യയും ഭർത്താവുമായിട്ട് ഒരു ദിവസം ഒരുമിച്ച് ജീവിച്ചാലും മതി. നമ്മൾ 100 വർഷം ഒരുമിച്ച് ജീവിച്ചതിന്റെ സന്തോഷം എനിക്ക് കിട്ടും. ഞാനും ആഗ്രഹിക്കുന്നത് അതാണ് അർജുൻ. എനിക്ക് ആവശ്യം അത് തന്നെയാണ്. ഒരൊറ്റ ദിവസമെങ്കിലും നിന്റെ ഭാര്യയായി ഒരു നിമിഷമെങ്കിലും ജീവിച്ചാൽ മതിയാകും. അത് മാത്രം മതി എനിക്ക്. അത് മാത്രം മതി. എനിക്ക് അർജുനെ കൊത്താൻ കഴിയുന്നില്ലല്ലോ. എന്താ സംഭവിക്കുന്നത്? എനിക്കെന്താ അർജുനെ കൊത്താൻ കഴിയാത്തത്? അവിടുത്തെ സന്നിധിയിൽ വെച്ച് ആരെയും ഉപദ്രവിക്കില്ല എന്നുള്ളത് നാഗമാതാവ് പറഞ്ഞതല്ലേ? എന്നെ പൂജിക്കുന്ന എന്റെ സന്നിധിയിൽ ഞാൻ ആർക്കും ഒരു ദോഷവും വരത്തില്ല. അതുകൊണ്ട് നാഗമാതാവ് വസിക്കുന്ന ഈ പുട്ടിലെ മണ്ണ് നിന്റെ ഭർത്താവിന് എപ്പോഴും ഒരു സംരക്ഷണ വലയമായി ഉണ്ടാകും. എന്നിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി എന്റെ പുറ്റിലെ മണ്ണെടുത്ത് നെറ്റിയിൽ തൊട്ട് സംരക്ഷണ വലയം തീർത്തിരിക്കുകയാണ്. ആ ശക്തിയാണ് എന്നെ തടുക്കുന്നത്. ഏത് ശക്തി എതിർത്ത് നിന്നാലും എന്റെ പ്രഭുവിനെ രക്ഷിക്കാനായി ഇവനെ കൊന്നേ തീരൂ. ഏത് ശക്തി എതിർത്ത് നിന്നാലും എന്റെ പ്രഭുവിനെ രക്ഷിക്കാനായി ഇവനെ കൊന്നേ തീരൂ. എന്റെ ശക്തി പ്രയോഗിക്കാൻ കഴിയാതെ ഇവനെ സംരക്ഷിക്കുന്നത് ആരാ? അവര്? എന്തിനാ എന്നെ പകരം വീട്ടുന്നതിൽ നിന്ന് തടയുന്നത്? ഇവരിത് എവിടെ പോയി? അല്ല, നിങ്ങളെ കാണാത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കിയതാ. അവിടെ മൊത്തം തിരിഞ്ഞിട്ടും നിങ്ങളെ കണ്ടില്ല. മുത്തശ്ശി രണ്ടുപേരും കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. രണ്ടാളും വാ. ശരി ഏട്ടത്തി. ഇപ്പൊ നിന്നെ കൊല്ലാൻ കഴിഞ്ഞില്ല എന്ന് കരുതി
നീ എന്നേക്കുമായി രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. ഏതെങ്കിലും ഒരു വിധത്തിൽ എന്റെ ഉള്ളിലെ വിഷം നിന്റെ ശരീരത്തിൽ ഇറക്കി നിന്നെ ഞാൻ കൊന്നിരിക്കും. നിങ്ങൾ രണ്ടുപേരും പുറത്തെന്താ ചെയ്തോണ്ടിരുന്നേ? അത് മുത്തശ്ശി, പുറത്ത് നല്ല കാറ്റുണ്ടായിരുന്നു. ആദ്യം നിങ്ങൾ രണ്ടുപേരും പൂജയ്ക്കിരിക്കെ വന്നേ. വാ. അർജുൻ, അർജുൻ, ഭവാനി, ആദ്യം ആ പുഷ്പം സമർപ്പിച്ചിട്ട് ആരതിയുള്ളൂ. എന്തായാലും ശരി, ഈ ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് അർജുനെ കൊന്നിരിക്കണം. അർജുന്റെ മരണം കാണാതെ ഞാനിവിടുന്ന് പോവില്ല. എന്താ ചേച്ചി, ഇതുവരെ ഹാരം കെട്ട് തീർന്നില്ലേ? എന്തു പറ്റി? കഴിഞ്ഞു മോനെ, പക്ഷെ നൂല് തീർന്നു പോയി. അയ്യോ മോനെ, ആ നൂലും എടുത്തോളേ. ഓക്കെ അച്ഛാ. ഇതാ അച്ഛാ. ആദിത്യ, ബെഡ്റൂമൊക്കെ അലങ്കരിച്ചു കഴിഞ്ഞു? അതെ ബ്രദർ, ഇനി എന്താ ചെയ്യണ്ടേ? എന്റെ അറിവിലെല്ലാം കഴിഞ്ഞു. ഒരു മിനിറ്റ്, മുത്തശ്ശിയോടൊന്ന് ചോദിക്കട്ടെ. മുത്തശ്ശി, മുത്തശ്ശി, റൂം റെഡിയായി, പൂവ് റെഡിയായി, ഇവർക്ക് കുടിക്കാനുള്ള പാല് റെഡിയായി. ഇനി ഇവരെ റൂമിലേക്ക് വിട്ടാലോ? എന്തിനാടാ തിടുക്കം? ഇനിയും ഒരുപാട് ചടങ്ങുകളൊക്കെ ഉള്ളതല്ലേ. ആദ്യം രണ്ടുപേരും പരസ്പരം മാല മാറ്റിയിട്ട് മോതിരം എടുക്കണം. അതിനുശേഷം പൂപ്പന്ത് വെച്ച് രണ്ടുപേരും കളിക്കണം. അതിനുശേഷമാണ് ചടങ്ങുകളൊക്കെ.
ചേടാ ഇത്രക്ക് ചടങ്ങുകളോ? ആ പിന്നല്ലാതെ. നിങ്ങൾക്ക് ശാന്തി മുഹൂർത്തം നടന്നിട്ടുള്ളല്ലേ, അതെങ്ങനെയാണെന്ന് മറന്നുപോയോ ബ്രദർ? മറന്നുപോയതൊന്നുമല്ല, ഇനി ഒരു തവണ കൂടെ അത് ഓർത്താൽ മനുഷ്യനുള്ള സമാധാനം അങ്ങ് പോയി കിട്ടും. മോളെ കൗസല്യേ, മോതിരവും കൊടവും ഒക്കെ എടുത്തോണ്ട് വാ. ചെല്ലു മോളെ. ശരി മുത്തശ്ശി. കുറച്ച് മ്യൂസിക് കേൾക്കാം. നെഞ്ചിനുള്ളിലാകെ മഞ്ഞു പെയ്യും പോലെ നിന്നെ കണ്ട നേരത്ത് മയങ്ങും. നെഞ്ചിനുള്ളിലാകെ മഞ്ഞു പെയ്യും പോലെ നിന്നെ കണ്ട നേരത്ത് ഓ വർണ്ണത്തിങ്കൾ മെല്ലെ കന്നിത്തേനിൽ മുങ്ങിത്താഴും ആ നേരത്തല്ലോ ഒളി നോക്കുകൊണ്ടു തന്നെ സഖിയാക്കി നിന്നെ ഓമലേ. അമ്മായി മോതിരം എടുത്തു കൊടുക്ക. ആദ്യം ഇവർ രണ്ടുപേരും മാല മാറട്ടെ. നിങ്ങൾ പോയി മാല കൊണ്ടുപോവാ. ചേച്ചി, നിങ്ങൾ നേരത്തെ കിട്ടിയ ഹാരം എവിടെ? അതവിടെ വെച്ചിട്ടുണ്ട്. അവിടെയോ? അവിടെയാണോ? നിങ്ങൾ നിൽക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം. താഴെ കൂടെ ഹാരം എടുത്തിട്ടല്ലോ. ആ ഇത് നല്ലതാ. നെഞ്ചിനുള്ളിലാകെ മഞ്ഞു പെയ്യും പോലെ നിന്നെ കണ്ട നേരത്ത് മയങ്ങും. നെഞ്ചിനുള്ളിലാകെ മഞ്ഞു പെയ്യും പോലെ നിന്നെ കണ്ട നേരത്ത് ഓ വർണ്ണത്തിങ്കൾ മെല്ലെ കന്നിത്തേനിൽ മുങ്ങിത്താഴും ആ നേരത്തല്ലോ ഒളി നോക്കുകൊണ്ടു തന്നെ സഖിയാക്കി നിന്നെ ഓമലേ. ചൊല്ലും മോഹം പൊന്നീറൻ സന്ധ്യമേഘം. ചൂടുകയായി ചിന്തൂരം നവരാഗമായി ഇത് തങ്കമോതിരമാണ്. ഇത് നിങ്ങൾ ആരാണോ എടുക്കുന്നത് അവരാണ് കുടുംബത്തെ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന അർത്ഥം.
ഞാനിടാൻ പോവാ. രണ്ടുപേരും ഒരേ സമയം തന്നെ കൈയിടണം. ഓക്കെ? 1 2 3. മോളെ കമാൻ, മോളെ മോതിരെടുക്ക്. കമോൺ അർജുൻ, കമോൺ അർജുൻ. മോളെ ഭവാനി, നീ ആദ്യം എടുക്കണം. ഭവാനി വേഗം ആവട്ടെ. അർജുൻ കണ്ടുപിടിക്ക്. കമോൺ അർജുൻ, വേഗം. അർജുൻ, അർജുൻ എടുക്കണം. അർജുൻ കമോൺ. ഏയ് കമാൻ കമാൻ. കമാൺ ശിരോമണി. ഞാനാ ജയിച്ചത്. അർജുൻ, ഏയ് സൂപ്പർ മോളെ, സൂപ്പർ. എന്താളിയ ഇത്രയ്ക്ക് സന്തോഷം? അളിയന്റെ അനിയത്തി ജയിച്ചോടെന്ന് കരുതിയ ഞാൻ മനഃപൂർവ്വം തോറ്റു കൊടുത്തത്. ഹലോ, ഈ ആള് വിട്ടു തന്നതൊന്നുമല്ല. ആ, അങ്ങനെ വിട്ടു തന്നല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കിയാലോ? ഇത് വെള്ളി മോതിരം. ഈ മോതിരം ആരാണോ എടുക്കുന്നത് അവരുടെ മനസ്സ് നിലാവ് പോലെ തെളിമയുള്ളതാണ്. ഭവാനി, ഭവാനി. അർജുൻ, നീ ഇതെങ്കിലും ഒന്ന് എടുക്കടാ. വെരി ഗുഡ്. കമോൺ, ഇപ്രാവശ്യം നീ തന്നെ ജയിക്കണം. കമോൺ. അർജുൻ, റിങ് നമ്മൾ തന്നെ എടുക്കണം. എടുക്കർജുൻ. ആ എന്നുവെച്ചാ എന്റെ കൊച്ചുമോന്റെ മനസ്സ് നിലാവ് പോലെ വെണ്മയുള്ളതാണെന്നാ. അത് സത്യം. മുത്തശ്ശിയുടെ ചെറുമോളുടെ സ്ഥാനം എന്റെ മനസ്സിലായതുകൊണ്ടാ എന്റെ മനസ്സിങ്ങനെ നിലാവ് പോലെ ആയത്. ഇത് ചെമ്പ് മോതിരോ? ഇതാരാണോ എടുക്കുന്നത് അവരവരുടെ ജീവിത പങ്കാളിയെ ജീവിതകാലം മുഴുവൻ സ്നേഹിക്കുന്ന അർത്ഥം.